വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നല്ല ദിനം ആശംസിക്കാൻ നിവർത്തിയില്ല. നമ്മൾ ഏറ്റവും ആദ്യം ആ ദുരന്ത വാർത്തയിലേക്ക് തന്നെ പോകുന്നു. ഹൈദരാബാദിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് വൻ അപകടമുണ്ടായിരിക്കുന്നു. ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. നിരവധി പേർ മരിച്ചതായാണ് സൂചന. കൃത്യമായ കണക്കുകൾ നിലവിൽ ലഭ്യമല്ല. കുർണൂലിലാണ് ഈ അപകടം ഉണ്ടായത്. 20-ലധികം ആളുകൾ മരിച്ചതായാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബസ്സിലാകെ 40 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കെ.ബി. ശ്രീധരൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ ആളുകളെ സംബന്ധിച്ച് ബസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതായി ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? മോദി, അതെ. ഈ ആരൊക്കെ ഇതിൽ മരിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞാൽ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഒരു വോൾവോ ബസ്സിനാണ് തീ പിടിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. 40ഓളം ആളുകൾ ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. പുലർച്ചെ അതിനാൽ തന്നെ പല ആളുകളും നല്ല ഉറക്കത്തിലായിരുന്നു. അത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. ഈ കുർണൂലിന് സമീപമുള്ള ചിന്തേക്കുരു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് ഈ ബസ് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ബസ്സിന് തീ പിടിക്കുകയായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 15 പേർ എമർജൻസി വാതിൽ വഴി രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ ഏതായാലും മരണസംഖ്യ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. പുലർച്ചെയായതിനാൽ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ അധികമായിരുന്നു. ഏതായാലും അതുവഴി പോയ ഇത് പ്രധാന ഹൈവേ ആണ്, NH44 ഈ അതുവഴി കടന്നുപോയ NH44 അപകടമുണ്ടായത്. ആകെ 40 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന വോൾവോ ബസ്സാണ് കുർണൂൽ എന്ന സ്ഥലത്ത് ദേശീയപാതയിൽ വെച്ച് കത്തിയമർന്നത്. 20 പേരാണ് അപകടത്തിൽ മരിച്ചതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 40 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. പുലർച്ചെ 3:30 അപകടം സംഭവിച്ചത്. ബൈക്കുമായി കൂട്ടിയിടിച്ച് തീ കത്തുകയായിരുന്നു എന്നതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദ വിവരങ്ങളുമായി കെ.ബി. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, പറയൂ. ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ ബൈക്ക് ഈ ഫ്യൂവൽ ടാങ്കിന്റെ അടിയിലേക്കാണ് ബൈക്ക് പോയത്. അവിടെ വെച്ചൊരു സ്പാർക്ക് ഉണ്ടായി. ഫ്യൂവൽ ടാങ്കിന് ഇന്ധന ടാങ്കിന് തീ പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ഈ അപകടം ഉണ്ടായതിന്റെ ആഘാതത്തിൽ ചില ആളുകൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. അവർക്ക് എമർജൻസി വാതിൽ വഴി രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ മറ്റുള്ള ആളുകൾ ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പുറത്തേക്ക് എത്താനുള്ള ഒരു സമയം ലഭിച്ചില്ല. ബസ്സിന്റെ അവസ്ഥ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. ഈ കർണൂലിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ്, കൂടുതൽ യൂണിറ്റ് സമീപ ജില്ലകളിൽ നിന്നൊക്കെ എത്തിയാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. ഈ ദേശീയപാതയിലൂടെ കടന്നുപോയ വാഹനങ്ങളിലെ ആളുകളാണ് പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടൻ തന്നെ ഈ പരിക്കേറ്റ ആളുകളെയൊക്കെ കർണൂലിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ സൗകര്യങ്ങളെല്ലാം, ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ദുരന്തം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുങ്ങിയത് 25 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാദേശിക തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ കർണൂലിന് സമീപം ചിന്തേക്കുരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പുലർച്ചെ 3:30 ഈ അപകടം ഉണ്ടാകുന്നത്. ദേശീയപാതയിൽ വെച്ച് തന്നെയാണ് അപകടം ഉണ്ടായത്. ഏതായാലും ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എന്ന ബസ്സാണ്. ഏതൊക്കെ നാട്ടിലുള്ള ആളുകളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരമില്ല. ദീപാവലി അവധി കഴിഞ്ഞ് നിരവധി ആളുകൾ ബംഗളൂരുവിലേക്കൊക്കെ തിരിച്ചെത്തുന്ന ദിവസങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരവധി പേർ ബംഗളൂരുവിലേക്കൊക്കെ ജോലിക്കായിട്ട് വരുന്ന നിരവധി ആളുകൾ അതിൽ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിവരമാണ് അല്ലെങ്കിൽ സൂചനകളാണ് പുറത്തു വരുന്നത്. നിലവിലേതായാലും തീ പൂർണ്ണമായിട്ടും അണയ്ക്കാനായിട്ടുണ്ട്. ഈ പൊള്ളലേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ആളുകളെ എല്ലാം തന്നെ കുർണൂലിലെ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ചില ആളുകൾക്ക് 80% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ പുറത്ത് വിടുന്നത്. 40-ലധികം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു. അതിൽ 15 പേർക്ക് മാത്രമാണ് രക്ഷപ്പെടാനായിട്ടുള്ളത്. ഇതിൽ ചില ആളുകൾക്ക് ഗുരുതരമായിട്ട് പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കറുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വലിയ ദുരന്തം തന്നെയാണ് ഈ ഇന്നത്തെ ഇതൊരു ദുഃഖ വെള്ളിയായി മാറുകയാണ്. വലിയ അപകടമാണ് ഉണ്ടായത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവർ പകർത്തിയ ദൃശ്യങ്ങൾ. അവിടം വളരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ പൂർണ്ണമായും ബസ് കത്തിയമരുകയാണ്. പിന്നീടാണ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചത്. അപ്പോഴേക്കും 25ഓളം പേർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. 15 പേർക്ക് മാത്രമാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അപകടത്തെ തുടർന്ന് ബൈക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഫ്യൂവൽ ടാങ്കിന് അടിയിലേക്ക് നിരങ്ങി നീങ്ങിയ ബൈക്കിൽ നിന്നാവണം തീ പടർന്നത് എന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടായ തീപ്പൊരിയിൽ നിന്നായിരിക്കണം തീ പടർന്ന ബസ് പൂർണ്ണമായും കത്തിയതെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്ധ്രയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് സംഭവം. ആന്ധ്രയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ വോൾവോ ബസ്സിനാണ് തീപിടിച്ചത്. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ പറയും. ശ്രീധരനെ കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീധരൻ, പൂർണ്ണമായും ബസ് കത്തിയമരുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴേക്കും മാത്രമാണോ ഫയർഫോഴ്സിന് എത്താനായത്? അതെ, അതായത് കൂടുതൽ സമയത്തിന് ശേഷം, അതായത് ബസ് പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫയർഫോഴ്സിന് അവിടേക്ക് എത്തിച്ചേരാനായത്. കുർണൂലിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു പ്രദേശത്താണ്, ദേശീയപാതയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ എത്തുമ്പോഴേക്കും ബസ്സിന് ഏതാണ്ട് പൂർണ്ണമായും തീ പിടിച്ചിരുന്നു. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി, അതായത് ദേശീയപാതയിലൂടെ കടന്നുപോയ ആളുകളൊക്കെ ഇടപെട്ടാണ് പെട്ടെന്ന് ഈ പരിക്കേറ്റ ആളുകൾ അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. നിലവിലേതായാലും ഈ മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും 20ഓളം ആളുകൾ ഏതായാലും മരിച്ചിട്ടുണ്ട് എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വിവരം തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. 15ഓളം ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, എമർജൻസി വാതിൽ വഴി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ വേക്കപ്പ് കേരള ആരംഭിച്ച സമയത്ത് നമുക്ക് പറയേണ്ടി വന്നത്, പങ്കുവയ്ക്കേണ്ടി വന്നത് ഇത്തരത്തിലൊരു വലിയ ദുരന്ത വാർത്തയാണ്. 20-ലേറെ പേർ മരിച്ചു, 25ഓളം പേരെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. കൂടുതൽ വ്യക്തത വരുന്നേ ഉള്ളൂ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. KB ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.